പിന്നെ ഇതാണ് റിസോർട്ട്. ഒന്ന് ഉറങ്ങി നീറ്റാണ്. അപ്പോൾ ഈ റിസോർട്ടിന്റെ പുറവശം കാണിച്ചു തരാം. കാണുന്നതാണ് നേരത്തെ അവിടെ നമ്മൾ ഷൂട്ട് ചെയ്ത് ബീച്ച് ഏരിയയിൽ. ഈ കാണുന്നതാണ് റിസോർട്ട്. അവിടെ നമുക്ക് റൂം കിട്ടിയിട്ടുള്ളത്. കയറി വരുന്നതിന് ഒരു ഫിഷ് പൗണ്ട് ഉണ്ട്. നമ്മളെ വൈറ്റ് വാളയും കറുപ്പ് വാളയും ഉള്ളത്. അവിടെ റിസപ്ഷൻ വരുന്നത്. അങ്ങനെയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്ത് വാങ്ങിക്കാൻ വൈഫിന്റെ സിസ്റ്ററും 2 സിസ്റ്റർമാർ റെഡിയാണ്. അപ്പൊ ഞാനും വൈഫും 2 സിസ്റ്റർമാരോട് പുറത്ത് പോവുകയാണ്. 20 മീറ്റർ ഉള്ളിലേക്കാണ് ഈ സുസ്കി റിസോർട്ട് ഉള്ളത്. അപ്പോൾ മെയിൻ റോഡിൽ പോയിട്ട് അവിടുന്ന് നമ്മൾ പറ്റുന്ന സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി. റിസോർട്ടിൽ ഇവര് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ, ഡിന്നർ ഇല്ല. അപ്പോൾ ഡിന്നർ പുറത്തുനിന്ന് വാങ്ങണം. പുറത്തുനിന്ന് വാങ്ങിയിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഫുഡ് ഉണ്ട്. അപ്പോൾ ഡിന്നർ പുറത്തുനിന്ന് വാങ്ങിയിട്ട് അതും കൂട്ടിയിട്ടാണ് ഇന്നത്തെ ഡിന്നർ ഉഷാറാക്കാൻ. പോയി വന്നിട്ട് വേണം നമ്മുടെ ബീച്ചിലൊന്ന് കാണാൻ. ഇത് കാണുന്നത് ഹോണ്ടയുടെ AVD 160 ആണ് സ്കൂട്ടർ. നാട്ടിൽ വരികയാണെങ്കിൽ അത് ഉഷാറായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതാ നടന്നിട്ട് ഇതാ മെയിൻ റോഡിലെത്തിയിരിക്കുന്നു. മെയിൻ റോഡിലെത്തിയിട്ട് ഓപ്പോസിറ്റായിട്ട് ഒരു ക്രിസ്ത്യൻ പള്ളി കണ്ടു. അപ്പോൾ അവിടെ ഒന്ന് കയറാൻ വേണ്ടി വിചാരിച്ചു. അപ്പോൾ ഞങ്ങളിതാ മുന്നോട്ട് നടക്കുകയാണ്. അപ്പോൾ എൻ്റെ മുന്നിലതാ വൈഫിൻ്റെ 2 സിസ്റ്ററും നടക്കുന്നുണ്ട്. അവരിതാ ക്രിസ്ത്യൻ പള്ളീൻ്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിതാ ക്രിസ്ത്യൻ പള്ളീൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ് ക്യാമറയായിട്ട്. നല്ല വലുപ്പമുള്ള ഒരു ക്രിസ്ത്യൻ പള്ളിയായിരുന്നു ഇത്. എവിടെ പോയാലും വലിയ വലിയ ക്രിസ്ത്യൻ പള്ളികൾ കാണാൻ പറ്റും. അതിന് മെയിൻ കാരണം ഇവിടുത്തെ മെയിൻ പോപ്പുലേഷൻ വരുന്നത് ക്രിസ്ത്യൻസാണ്. ഇപ്പം ഏകദേശം ഈവനിങ് ടൈം ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിതാ ബീച്ചിലോട്ട് വന്നതാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഞങ്ങൾ മാർക്കറ്റിൽ പോയപ്പം എൻ്റെ ക്യാമറയുടെ ബാറ്ററി തീർന്നു പോയി. അതുകൊണ്ടാണ് മാർക്കറ്റിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇവിടെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ, ഈവനിങ് ആയതുകൊണ്ട് തന്നെ. പിന്നെ കുട്ടികളൊക്കെ ഇവിടെ കളിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ റിഹാൻ ഇതാ ഇവിടെ മണ്ണേറ്റ് കളിക്കുന്നുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് റാഹിലും റയാനും അലൈക്കൊക്കെ അവിടെ കളിക്കുന്നുണ്ട്. പിന്നെ കണ്ടപ്പോൾ റാഹിൽ അതാ വെള്ളത്തിൽ പോയി ചാടുന്നുണ്ട്. അതിന് കൂടെ തോമസ് ഇതാ അവിടെ നിൽക്കുന്നുണ്ട്. കുട്ടികളൊക്കെ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ. അതിനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ കടലിൽ വേവ്സൊക്കെ കുറവാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കുളിക്കാനും എല്ലാത്തിനും പറ്റും. ഇപ്പം ഏകദേശം ബീച്ചിലേക്ക് നല്ല ഇരുട്ടായിരിക്കും കേട്ടോ. ഇപ്പം ഞാനിതാ റൂമിലോട്ട് തന്നെ തിരിച്ചു പോവുകയാണ്. എന്നിട്ട് വന്നിട്ട് വേണം ഡിന്നർ കഴിക്കാൻ. അപ്പം അതിനുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വൈഫും സിസ്റ്ററൊക്കെ പാടെ. അപ്പം ഞങ്ങളിതാ റൂമിലോട്ട് പോവുകയാണ്. അപ്പം ഞാൻ റൂമിലോട്ട് ഇതാ നടന്നു പോവുകയാണ്. അപ്പം അതിനിടയ്ക്ക് ഇനി റൂമിൽ പോയിട്ട് വേണം ഷവർ ചെയ്യണം. എന്നിട്ട് വേണം ഡിന്നർ കഴിക്കാൻ വരാൻ. അപ്പോൾ ഇതാ ആൻറ്റിയും റിഹാനും സിസ്റ്ററൊക്കെ അതാ അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഇതാ കരോക്കെ സിസ്റ്ററിൽ പാട്ട് പാടുന്നുണ്ട് മെയിൻ ഹാളിൽ. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞില്ല നേരത്തെ മിനി ബാറൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കപ്പിൾസൊക്കെ മിനി ബാറിൽ ഡ്രിങ്ക്സൊക്കെ അടിച്ചാണ്ട് പാട്ടും ആസ്വദിച്ചിരിക്കുന്നുണ്ട്. പാട്ട് ഞാൻ കേൾപ്പിക്കുന്നില്ല, അത് കോപ്പിറൈറ്റ് കാരണമാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേൾപ്പിക്കാത്തത്. ഇപ്പോൾ കുറച്ച് നേരം ഞാൻ നോക്കി നിന്നു. അപ്പോൾ ഇവിടെ ഒരു അമേരിക്കൻ കപ്പിൾസ് എന്ന് പറയാനില്ല, അമേരിക്കൻ ഗായും ഒരു ഫിലിപ്പീനോ യുവതിയും പാടെ ഡാൻസ് കളിക്കുന്നത് കാണാം. യുവതി എന്ന് പറയാൻ പറ്റില്ല, ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 50+ ആണ് 2 പേർക്കുള്ളത്. അവർ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. ഡ്രിങ്ക്സ് കഴിച്ചതിന് ശേഷം പാട്ടൊക്കെ കേട്ടുകൊണ്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്.
അതിന് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അതിനുള്ള ഫുഡായി കാണുന്നത് ഫുഡ് സിസ്റ്റാണ് ബ്രേക്ക്ഫാസ്റ്റ്. എന്തൊക്കെയല്ല അത് പോയി നോക്കട്ടെ. അപ്പോൾ ഈ കാണുന്നതൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ക്യൂ കേട്ടോ. ഞാനിത് ക്യൂവിൽ നിൽക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനിതാ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം വാങ്ങിയിട്ട് ടേബിളിൽ വന്നിരിക്കുകയാണ്. ഞാൻ എടുത്തിരിക്കുന്നത് ഫിഷ് ഫില്ലറ്റും പിന്നെ എഗ്ഗും പിന്നെ ഗാർലിക് റൈസുമാണ് കോമൺ ആയിട്ടുള്ളത്. അതിൻ്റെ കൂടെ ബ്ലാക്ക് കോഫി ഉണ്ട്. ബ്ലാക്ക് കോഫീൻ്റെ കൂടെ നമുക്കിതാ കോഫി മേറ്റും കിട്ടുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ചിക്കൻ ബ്രോസ്റ്റഡും ഉണ്ട്. ഞാൻ അതെടുത്തിട്ടില്ല, ഞാനെടുത്തത് ഫിഷ് ഫില്ലറ്റാണ്. അപ്പോൾ ഞാനത് ഭക്ഷണം കഴിക്കട്ടെ, എന്നതിന് ശേഷം വീണ്ടും വന്ന് ബീച്ചിലോട്ട് പോകണം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷം ഞാനിതാ ബീച്ചിലോട്ട് വന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഇന്ന് നല്ല വെയിലുണ്ട്, അപ്പോൾ ഒന്ന് ബീച്ച് കാണിക്കാൻ വേണ്ടി ബീച്ചിലോട്ട് ഇറങ്ങിയതാണ്. ഇവിടെ കുളിക്കണം. 12 മണിക്കാണ് ചെക്ക് ഔട്ട് ഉള്ളത്. അപ്പോൾ ഏകദേശം ആ ടൈം വരെ ഇവിടെ നിൽക്കാനുള്ള പ്ലാനാണ്. ഇതൊക്കെയാണ്. ഇന്നിപ്പോൾ നല്ല വെയിലുണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് പുറകെ കാണുന്നുണ്ടാവും. ഇതാണ് ബീച്ച്. ഞങ്ങളന്ന് റൈഡുകളൊക്കെ എന്തൊക്കെ ഉള്ളതെന്ന് നോക്കുകയാണ്. എത്ര പൈസ വരുന്നുണ്ട്. നല്ല പ്രൈസ് ആണെങ്കിൽ ബോട്ട് റൈഡ് ചെയ്യണമെന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ബനാന ബോട്ട് കയറാൻ പോകാൻ അതിൽ തയ്യാറെടുപ്പാണ്. ബനാന ബോട്ട് അവിടെ ജസ്റ്റ് അവിടെ അതൊക്കെ ബനാന ബോട്ടിലാണ് ഞങ്ങൾ റൈഡ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഈ ജിസ്റ്റിയാണ് ഞങ്ങളുടെ ബനാന ബോട്ട്. അതേമാതിരി Kuya, pwede? Hindi. Mulog-mulog na pare. ഞങ്ങൾ പോവാണ്. സുസ്കി ബീച്ച് റിസോർട്ടിൽ നിന്ന് ഞങ്ങൾ പോവാണ്. നമ്മളെ വണ്ടി വളരെ റെഡി ആയിക്കണേ. എല്ലാവരും വണ്ടി കയറിക്കണേ. അങ്ങനെ പോവാണ്, അങ്ങനെ കയറാൻ പോവാണ്. അങ്ങനെ വണ്ടി കയറിക്കണേ. എല്ലാവരും ബാക്കി എല്ലാവരും ഉണ്ട്. നെൽസൺ തന്നെ നമ്മുടെ ഡ്രൈവർ. അപ്പോൾ വൈഫിന്റെ ഒരു ഫ്രണ്ടിനെ കാണാണ്ട് പോണ വൈക്കിലാണ്. 1 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. അവരെ കാണാം. ഈ കാണുന്ന ബീച്ച് ഉണ്ടല്ലോ, ഈ ബീച്ചിൻ്റെ എല്ലാ സൈഡിലും ഇതേപോലെ റിസോർട്ടുകളും കാര്യങ്ങളുണ്ട്. അതിനായിട്ട് വന്നിട്ടുള്ള ബസ്സുകളാണ് ഈ എടുക്കുന്നത്. എല്ലാ ഭാഗത്തായിട്ടും റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അടിപൊളി ബീച്ചാണ്. നല്ല സുഖമായിട്ട് കുളിക്കാൻ പറ്റും. അത്ര വേവ്സ് ഒന്നുമില്ല. ഇപ്പം ഞങ്ങളിതാ സൂബിക്ക് സീപോർട്ടിൻ്റെ ഏരിയയിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഇവിടെ ഫ്രീ സീപോർട്ടാണുള്ളത്. അപ്പം ഞങ്ങളിതാ ഈ ബ്രിഡ്ജ് കയറിയിട്ട് വേണം ക്രോസ് ചെയ്യാൻ. ഇപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ ഐലാൻഡും കാര്യങ്ങളൊക്കെ കാണാം. ഈ ബ്രിഡ്ജ് കയറി ചെല്ലുന്നത് ഭാഗത്തായിട്ട് ഒരു ചെക്ക് പോയിൻ്റ് ഉണ്ട്. അത് സൂബിക് ബേ ഫ്രീ പോർട്ടാണ്, അതിൻ്റെ ചെക്ക് പോയിൻ്റാണ്. ഈ ചെക്ക് പോയിൻ്റ് കടന്നിട്ട് വേണം ഞങ്ങൾക്ക് പുറത്തോട്ട് ഇറങ്ങാൻ. പിന്നെ ഞങ്ങളിതാ ഇനി ഞങ്ങൾ സാൻ മാറ്റിയോ റിസോർട്ടിന് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുകൂടാതെ മറ്റുള്ള ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്.
ഇനിയൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെക്കും എല്ലാവർക്കും ബബായ്.